അല്ല ശ്യാമ എന്തേ? ശ്യാമ പൂജാമുറിയില്ല, ഇപ്പൊ വരും. കോടതിയിൽ നമുക്ക് തന്നെ വിജയം കിട്ടണമെന്ന് ശ്യാമ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഐശ്വര്യ അത്ര വിശ്വാസം പോരാ. കോടതിയിൽ വിജയിക്കാൻ വേണ്ടി ഐശ്വര്യ എന്ത് തരികട വേലയും കാണിക്കും, അതുറപ്പാ. ഐശ്വര്യന് എന്ത് വില കാണിക്കാനാ? കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വെച്ച് മനഃപൂർവ്വം അമ്മയെ കൊല്ലാൻ ശ്രമിച്ചാണെന്ന് നമുക്ക് കോടതിയിൽ തെളിയിക്കാൻ പറ്റും. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഐശ്വര്യക്കെതിരെ എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഐശ്വര്യ എങ്ങനെയും വിജയിക്കാൻ നോക്കും. അത് നമ്മുടെ വക്കീലിന് കൊടുക്കുപോലിരിക്കും. തെളിവെല്ലാം ഐശ്വര്യക്കെതിരാണ്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും ഐശ്വര്യക്കാവില്ല. എങ്കിൽ നന്നായി. ഈ കേസിൽ ഐശ്വര്യക്ക് ശിക്ഷ കിട്ടിയാൽ പിന്നെ അരുണുമായിട്ടുള്ള ഡിവോഴ്സ് കേസിന് എളുപ്പമാവും. താമസിക്കുന്ന വീട്ടിൽ തന്നെ ആളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരാളെ ഉപേക്ഷിക്കാനേ കോടതി പറയൂ. അമ്മ എന്നാ പോവാം, ഇനി വൈകിക്കണ്ട. മോള് കണ്ണനെ ശരിക്കും പ്രാർത്ഥിച്ചല്ലോ. അപ്പൊ നമുക്ക് വിജയം ഉറപ്പല്ലേ? അതെ അമ്മ, ഞാൻ പ്രാർത്ഥിച്ചു. കണ്ണ് നമ്മുടെ കൈവിടില്ല. എന്നാ പിന്നെ വാ, നമുക്കിറങ്ങാം. ലേറ്റ് ആക്കണ്ട, പോയിട്ട് വരാം. ശരി അമ്മ. ശരി ശ്യാമേ, ശരി, പോയിട്ട് വാ. എല്ലാം നേരെയാവും. യുവർ ഓണർ, ഈ നിൽക്കുന്ന ഐശ്വര്യ ആനന്ദ നിലയത്തിൽ വസുന്ധര ആനന്ദവർമ്മ മകൻ അരുണിന്റെ ഭാര്യയാണ്. ആനന്ദ നിലയത്തിൽ വസുന്ധരയ്ക്കൊപ്പം തന്നെയാണ് ഐശ്വര്യയും താമസിക്കുന്നത്. കേസിനാസ്പദമായ ദിവസം രാവിലെ 10 മണിക്ക് വസുന്ധരയും കൊച്ചുമകൾ ശ്രീകുട്ടിയും രജിസ്ട്രാർ ഓഫീസിലേക്ക് യാത്ര പുറപ്പെടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ഈ വിവരം മുൻകൂട്ടി അറിഞ്ഞ പ്രതി തന്ത്രപൂർവം വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു മെക്കാനിക്കിനെ ഫോൺ ചെയ്ത് വരുത്തുകയും വസുന്ധരയും ശ്രീകുട്ടിയും സഞ്ചരിക്കാൻ ഒരുക്കി വച്ചിരുന്ന കാറിന്റെ ബ്രേക്ക് മനഃപൂർവ്വം ഇളക്കി വെക്കുകയും ചെയ്തു. മനഃപൂർവ്വം വസുന്ധരയും ശ്രീകുട്ടിയെയും കൊല്ലണമെന്ന ഉദ്ദേശം തന്നെയായിരുന്നു പ്രതിയുടെ ഈ പ്രവൃത്തിക്ക് പിന്നിൽ. പ്രതി ഐശ്വര്യ നിരന്തരമായി ആ വീട്ടിൽ ഇത്തരം ചതിപ്രവൃത്തികൾ ചെയ്തു വരുന്ന ആളാണ്.
ആനന്ദ നിലയത്തിലെ ആകെ സ്വത്തിന്റെ പകുതി ഭാഗവും ശ്യാമ എന്ന ഇളയ മകളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേർക്ക് എഴുതി വയ്ക്കുക എന്ന തീരുമാനത്തെ ഐശ്വര്യ മുമ്പ് തന്നെ എതിർത്തിരുന്നതാണ്. ശ്യാമയെയും വയറ്റിലുള്ള കുഞ്ഞിനെയും നശിപ്പിക്കാൻ പ്രതി ഐശ്വര്യ പല തവണ ശ്രമിച്ചിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വസുന്ധരയും ശ്രീകുട്ടിയും കരുതിക്കുട്ടിയുള്ള കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ആയതിനാൽ പ്രതി ഐശ്വര്യയ്ക്ക് കരുതിക്കുട്ടിയുള്ള കൊലപാതക ശ്രമത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. That's all, Your Honor. ഐശ്വര്യ ആനന്ദ നിലയത്തിൽ ഭർത്താവ് അരുണിനോടൊപ്പമാണോ താമസം? അതെ, ഞങ്ങളവിടെ സ്നേഹത്തോടെ. നോ, കൂടുതൽ സംസാരമൊന്നും വേണ്ട. യെസ് ഓർ നോ? യെസ്. ഈ സംഭവം നടന്ന ദിവസം ഐശ്വര്യ ആ വീട്ടിലുണ്ടായിരുന്നോ? യെസ്. ഈ പറയുന്ന വസുന്ധരയോടോ ശ്രീകുട്ടിയോടോ ഐശ്വര്യയ്ക്ക് മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നോ. ശ്യാമ എന്നു പേരുള്ള അനിയന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. വസുന്ധരയും ശ്രീകുട്ടിയും യാത്ര ചെയ്യാനായി ഒരുക്കി നിർത്തിയിരുന്ന കാറിന്റെ ബ്രേക്ക് പിന്നെന്തിനാ ഐശ്വര്യ ഇളക്കി വെച്ചേ? ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ആരാ അത് ചെയ്തേ? അത് വർക്ക്ഷോപ്പിലെ ഒരു പയ്യനാ. എന്തിനു വേണ്ടി? അറിയില്ല. കള്ളം പറയരുത്. CCTV ദൃശ്യങ്ങളിൽ ഐശ്വര്യയുടെ മുഖം വ്യക്തമാണ്. വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ വിളിച്ചു വരുത്തിയത് ഐശ്വര്യ തന്നെയാണ്. എന്താ ശരിയല്ലേ? അത് സത്യം പറയണം. അതെ, ഞാന്. എന്തിനു വേണ്ടി? അത് ഞാൻ. മടിക്കാതെ സത്യം പറയൂ. അത് കാറിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ? അത് പിന്നെ പുറത്തു പോവാൻ ഞാൻ കാർ എടുത്തതാ. സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പോ ബ്രേക്ക് കിട്ടിയില്ല. ഒരുവിധം നിർത്താൻ പറ്റി. അങ്ങനെ മനസ്സിലായതാ. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. യുവർ ഓണർ, എന്റെ കക്ഷി ഐശ്വര്യ രാവിലെ കാർ യാത്രയ്ക്ക് പോയപ്പോ ആ കാറിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ വിളിച്ചു. എനിക്കിനി ഒരാളെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്. വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ. പ്രൊസീഡ്. കോടതി മുൻപാകെ സത്യം മാത്രമേ പറയൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. മെക്കാനിക്കാണ് അല്ലേ? അതെ. ഇവിടെ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. കേട്ടു. ആര് പറഞ്ഞിട്ടാ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വെച്ചത്? അത് പറയൂ. ഈ ഐശ്വര്യ പറഞ്ഞിട്ടാണോ കാറിന്റെ ബ്രേക്ക് അഴിച്ചത്? പറയൂ, സത്യം പറയൂ. അല്ല, ആരും പറഞ്ഞിട്ടല്ല. പിന്നെ ആര് പറഞ്ഞിട്ടാ? ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് അബദ്ധം പറ്റിയതാ. തെളിച്ചു പറയൂ.
ഞാൻ ബ്രേക്ക് ശരിയാക്കി, പക്ഷേ നട്ടിടാൻ മറന്നുപോയി. അതായിരിക്കും. ആരുടെയും നിർബന്ധമോ പ്രേരണയോ കൊണ്ടല്ലോ അങ്ങനെ ചെയ്തത്. അല്ല, എൻ്റെ മറവി കൊണ്ടാ. ക്ഷമിക്കണം. യുവർ ഓണർ, സത്യം ഇതാണ്. എന്റെ കക്ഷി ഐശ്വര്യ നിരപരാധിയാണ്. നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങിയതാണ് ഐശ്വര്യ. മെക്കാനിക്കിന്റെ മറവി കാരണം സംഭവിച്ചു പോയതാണിതെല്ലാം. കൂടാതെ എന്റെ കക്ഷി ഐശ്വര്യ ആനന്ദ നിലയത്തിൽ മാനസികമായും ശാരീരികമായും പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കക്ഷി ഐശ്വര്യയെ ഒഴിവാക്കി തന്റെ മകൻ അരുണിനെ പുതിയ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറെടുപ്പിക്കുകയാണ് വസുന്ധര. അതിനായി അശ്വതി എന്ന പെൺകുട്ടിയെയും മകൾ ശ്രീകുട്ടിയെയും ആ വീട്ടിൽ തന്നെ താമസിപ്പിച്ചിരിക്കുകയാണ്. വസുന്ധരയുടെ ഇളയ മകൾ ശ്യാമ അതിനെപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്റെ കക്ഷി ആനന്ദ നിലയത്തിൽ സ്വന്തം ജീവനെ പോലും ഭയന്നാണ് കഴിയുന്നത്. അതിനുമൊരു പരിഹാരമുണ്ടാക്കണമെന്നും എന്റെ കക്ഷിക്ക് നിയമപ്രകാരമുള്ള നീതി കിട്ടണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ഈ കേസിൽ ഇരുവാദങ്ങളും കേട്ട പ്രകാരം പ്രതിയായ ഐശ്വര്യ ആ പ്രവൃത്തി ചെയ്തിട്ടില്ലെന്നും തെറ്റിദ്ധാരണയുടെ പേരിൽ ഐശ്വര്യയുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടതാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മരുമകളായ ഐശ്വര്യയോട് വസുന്ധരയും ആ കുടുംബത്തിലെ എല്ലാവരും സൗഹാർദ്ദപരമായും വളരെ മാന്യമായും പെരുമാറണമെന്ന് കോടതി വിധിക്കുന്നു. താങ്ക് യു, യുവർ ഓണർ. കള്ളസാക്ഷി പറഞ്ഞതിന് വർക്ക്ഷോപ്പിലെ പയ്യന് കൊടുക്കാനേറ്റ തുക ഇനി ശ്യാമയുടെ കയ്യിൽ നിന്ന് തന്നെ സംഘടിപ്പിക്കണമല്ലോ. വരട്ടെ, നോക്കാം. ഇന്നെന്തായാലും ശ്യാമത്തേട്ടൻ ജയിക്കും. തെളിവുകളെല്ലാം നമുക്ക് അനുകൂലമാണല്ലോ. ഐശ്വര്യ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്തായാലും ഐശ്വര്യയ്ക്ക് കിട്ടും. കേസ് ജയിച്ചല്ലോ അല്ലേ മേ? അതേടി, ജയിച്ചു.
നീ എന്താ കരുതിയേ? കാറിന്റെ ബ്രേക്ക് ഇളക്കി വെച്ച കുറ്റത്തിന് ശിക്ഷ വാങ്ങി ഞാനിങ്ങ് സെൻട്രൽ ജയിലിലാകുമെന്നോ? ഇതേ ഐശ്വര്യ, എനിക്ക് ബുദ്ധിയുണ്ട്. എന്ത് വന്നാലും ഒടുവില് ഞാനേ ജയിക്കൂ. ദേ നിൽക്കുന്നു കോടതിയിൽ തോറ്റ ശ്യാമ. വലിയ ബുദ്ധിശാലിയാണെന്ന വിചാരം. ഇപ്പൊ മനസ്സിലായില്ലേ? കൂടുതൽ ബുദ്ധി ശ്യാമയ്ക്കല്ല എനിക്കാണെന്ന്, ഈ ഐശ്വര്യക്കാണെന്ന്. അയ്യോ, അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ നാവിറങ്ങിപ്പോയോ? അല്ലെങ്കി എന്നെ കുത്തും കൊല്ലുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേക്കാലോ. എന്താ ഇപ്പൊ അങ്ങനൊന്നും ചെയ്യണ്ടേ? ഓ, ആദ്യേട്ടനും ഒന്നും പറയുന്നില്ലല്ലോ. എപ്പോഴും ശ്യാമയുടെ പക്ഷമല്ലേ? ഇപ്പൊ പിന്നെ എന്താ ശ്യാമയുടെ ബുദ്ധിയെ പുകഴ്ത്താത്തെ? ഓ, എന്റെ ഹസ്ബൻഡ് ആകെ വാടി തളർന്നല്ലോ. എന്തെങ്കിലും പറഞ്ഞ് നാവ് എടുക്കുന്നതിന് മുമ്പ് തല്ലാൻ വരുന്നതാ. എന്താ ഇപ്പൊ തല്ലുന്നില്ലേ? എന്താ മിണ്ടാതെ നിക്കുന്നേ? തല്ല്, ഞാനിവിടെ നിക്കുവല്ലേ. ഒന്ന് തല്ലി നോക്ക്, അപ്പൊ കാണാം വീരശൂര പരാക്രമിയായ അരുൺ ജയിലിൽ കിടക്കുന്നത്. ഇനി നീയും എല്ലാവരും കേട്ടോ, കോടതി വിധി എനിക്ക് അനുകൂലം എന്ന് പറഞ്ഞ ഞാൻ വെറും പാവം നിരപരാധി. മനസ്സിലായോ? ഇനി ഇവിടെ എല്ലാവരും എന്നോട് മാന്യമായിട്ട് പെരുമാറണമെന്നാ കോടതി വിധി. അതിന് വിരുദ്ധമായിട്ട് എനിക്കെതിരെ ആര് ശബ്ദിച്ചാലും പിന്നെ ഞാൻ ക്ഷമിക്കില്ല. ആ നിമിഷം ഞാൻ വേണ്ടത് ചെയ്യും. എല്ലാരോടും കൂടിയാ ഞാൻ ഈ പറയുന്നേ. നീ എന്തിനു വേദനം കൂട്ടുപിടിക്കുന്നത്? നിന്റെ കൃഷ്ണനെയല്ലേ? എന്റെ സ്വന്തം കണ്ണൻ എല്ലാം നടപ്പിലാക്കി തരുന്നല്ലേ നീ നാഴികയ്ക്ക് 40 വട്ടവും വീമ്പിളക്കുന്നത്? എന്നിട്ട് എവിടെടി നിന്റെ കണ്ണൻ? എവിടെ ആ കണ്ണൻ? എന്താ കോടതിയിൽ വല്ല വിലക്കും ഉണ്ടോ? എന്റെ വിശ്വാസത്തെ തൊട്ട് കളിക്കരുത്. അതെടി, ഐശ്വര്യ പറയും. ഞാൻ നിന്നെ വെല്ലുവിളിക്ക, ഉറപ്പായിട്ടും വെല്ലുവിളിക്കുക. നിനക്ക് ചൊണയുണ്ടെങ്കിലേ, നീ ആരാധിക്കുന്ന കണ്ണന് അത്രയ്ക്ക് ശക്തി ഉണ്ടെങ്കിലേ ഇനിയും സമയമുണ്ട്. കേസ് വീണ്ടും മേൽക്കോടതിയിൽ കൊടുക്കാം, എന്നിട്ട് എന്നെ തോൽപ്പിക്കും. നിന്റെ കണ്ണന്റെ ശക്തി ഞാനും ഒന്ന് കാണട്ടെ. വെല്ലുവിളിക്കണോ? അതേടി, ഇവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ വെല്ലുവിളിക്ക. നീയും നിന്റെ കൃഷ്ണനും കൂടി എന്നെ അങ്ങ് തോൽപ്പിക്ക. എങ്കിൽ കേട്ടോ, എന്റെ കണ്ണനെ സാക്ഷി നിർത്തി ഞാൻ പറയാം. ഈ കേസല്ല, അരുണേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് കേസിൽ ഞാൻ നിങ്ങളെ തോൽപ്പിക്കും. അതിന് ഡിവോഴ്സിന് ഞാനും കൂടെ സമ്മതിക്കണ്ടേ? സമ്മതിക്കും. എന്റെ കണ്ണൻ അതിനിടവരുത്തും. അരുണേട്ടനും അശ്വതി ചേച്ചിക്കും നീതി കിട്ടും. ഒടുവിൽ സത്യം ജയിക്കും. കാണാം. കാണാം.